നിർത്തൂ. ഗ്ലാനിർഭവതി ഭാരത. എന്ത് തരണം? 60 രൂപ. ഈ പാട്ടയുടെ വിലയല്ല ചോദിച്ചത്, ചാർജാ പറഞ്ഞത്. 60 രൂപ ആയിട്ടേ. 60 രൂപ കാട്ടാം, പക്ഷെ തരില്ല. ഞാൻ 25 രൂപ തരും. 60 രൂപ തികച്ചും എടുക്കും. പക്ഷേ വെറുതെ നേരം കളയല്ലേ. ദുർവാശി, ദുശാഠ്യം, ദുരാഗ്രഹം. കർമാധിപ സ്ഥാനത്തൊരു മൂടലുണ്ട്. കർമാധിപന്റെ ബലഹീനത, വിളർച്ച. ഇങ്ങനെ പിടിച്ചുപറിച്ച് ഉണ്ടാക്കണത് മരുന്ന് കടയെ കൊണ്ട കൊടുത്താൽ കരള് കത്തിപ്പോകുവാനിയ. ഇയാൾ എന്തുട്ടായി പറയണേ? കാശിട്ട് മാഷേ. അനിയ നിൽ. ഒന്നും വേണ്ട. തുളസീദാസ അമ്മേ. ഉണ്ണിയമ്മേ, കുമ്പിടി വന്നു. കുംഭസംഭവമായ ജ്യോതിഷത്തിൽ കുമ്പിടിക്ക് ഗുരുസ്ഥാനിയൻ ചങ്ങരപ്പള്ളി കുഞ്ഞൂട്ടപ്പണിക്കൻ. കുണ്ഡലിനി സൂത്രം ഗ്രഹിച്ച് ശിഖയിൽ പത്മദളം വിടർത്തിയ കുമ്പിടിയുടെ മുന്നിൽ പഴയ ഗുരു ശിക്ഷപ്പെട്ട കഥ വേറെ. ഇപ്പൊ എന്താ പറ്റിയതെന്ന് വെച്ചാൽ കുറുമ്പത്തറയിൽ ഒരു ബാധോദരോ പ്രശ്നം വെക്കാൻ പോയ പണിക്കരുടെ ദേഹത്ത് കുടിയേറിയിരിക്കണു. ആള് ചില്ലറയല്ല, ഇത്തിരി കട്ടിയുള്ളതാ. വാരുധിസ്വിതേ വാഹന മാരീച തുങ്കം വരാഹവിഹിരോ ശുക്ലപക്ഷാന്തളം. ഉണ്ണിയമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെള്ളത്തിലേന്ന് വെള്ളത്തിൽ വീണ് ചത്ത പെണ്ണ് അപമൃത്യു. മയത്തിലാ കുമ്പിടി തൊട്ടത്. ചാട്ടം തുടങ്ങി. പിന്നെ ഭൈരവ തീർത്ഥം തളിച്ച് ശാന്തയാക്കി ഇങ്ങോട്ടിറക്കി. അതായി കുളത്തില്. നല്ലോണം മുറുക്കി കെട്ടിയിട്ടില്ലേ കുമ്പിടിയെ? ഇവിടെ തെക്കേ മാണിയിൽ ഉഗ്രമൂർത്തികൾ കാവലിരിക്കുമ്പോ കെട്ടഴിഞ്ഞാലും പുറത്ത് ചാടുവോ ഉണ്ണിയമ്മേ? ഇന്ന് വൈകുന്നേരം ഒരാവാഹനം. അപ്പഴങ്ങിട്ട് ലയിച്ച് മോക്ഷം കിട്ടി ബ്രഹ്മത്തിങ്കലാവും. എന്താ വേശാമണിയമ്മളുടെ സ്ഥിതി? തീറ്റയ്ക്ക് ഒട്ടും കുറവില്ല. കൂടിയോന്നാ സംശയം. അത് കുഴപ്പമൊന്നുമില്ല. കുഴപ്പം നിക്കാ. തീറ്റ തിരിഞ്ഞാ മടുത്തു. പോട്ടെ ബാലാമണി, തിന്നാലും ഇനി എത്ര കാലത്തേക്കാ ഇരിക്കണില്ലേ? പട്ടരെ കൊണ്ട് വേറെ ഉപദ്രവൊന്നും ഇല്ലല്ലോ. സ്വപ്നം കാണുന്നുണ്ട് ധാരാളം. സ്വപ്നം ഇങ്ങനെ ധാരാളം കാണുന്നുണ്ട്. ഉറങ്ങാൻ കഴിയുന്നില്ലെന്നുണ്ടോ? അപ്പൊ കുമ്പിടി ഇന്നിവിടെ ഉണ്ടാവും. രാത്രിയിൽ ഒരു എണ്ണം ഗോതമ്പ് കഞ്ഞി. വ്രതത്തിലാ 94 നാൾ സേവയുണ്ടേ. ഗ്ലാനിർഭവതി ഭാരത. തന്തപ്പന്റെ ഉള്ളില് എന്താ അവിടെ ഒളിഞ്ഞു നോക്കണേ? ത്രിസന്ധ നേരത്തെ ചെറുബാല്യക്കാരി കുട്ടികൾക്ക് വരാൻ പറ്റിയ ഇടമല്ലിത്. അറിയോ? അകത്ത് മൺകലശങ്ങളിൽ വീർപ്പുമുട്ടി അധിവസിക്കാൻ ഒരു ദേഹം കിട്ടാൻ കരഞ്ഞിരിക്കുന്ന ആത്മാക്കളാ. ഇനി ഈ ഭാഗത്ത് നിന്നെ കണ്ടാൽ. ഞാനൊന്നും കാണാൻ വന്നതല്ല. രാത്രി കഞ്ഞിയുടെ കൂടെ പുഴുക്ക് വേണോ അതോ ചുട്ടരച്ച ചമ്മന്തി മാത്രം മതിയെന്ന് ചോദിക്കാൻ വന്നതാ. 94 നാള് വ്രതല്ലേ, അപ്പൊ ഇതൊക്കെ പറ്റുമോന്നറിയാൻ. എന്താന്ന് വെച്ചാ ആയിക്കോളൂ. പപ്പടവും കാച്ചുമോരും ഉണ്ടെങ്കിൽ അതും നല്ലത്. പക്ഷെ ഇത് ഉണ്ടാക്കി അവിടെ വെച്ചാ മതി. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഞാൻ വരും. പിന്നെ ചില ശബ്ദങ്ങളും കരച്ചിലും ഒക്കെ ഇവിടുന്ന് കേട്ടോന്ന് വരും. വാതിലും ജനലും ഒക്കെ അടച്ച് അകത്തിരുന്നോണം എല്ലാരും. കുക്ഷിശാസ്താവേ ശരണം. കുട്ടിച്ചാത്തൻ. അയ്യോ, ഒന്ന് തുറക്ക യേശവൻ നായര. സന്ധ്യയാവുമ്പോഴേക്ക് ഈ കോട്ടവാതിൽ എന്തിനാ അടച്ചിരുന്നേ? ഉണ്ണിയമ്മ ഇവിടെ വല്ല നിധി കുഴിച്ചിട്ടുണ്ടോ? എന്റെ ഈശ്വര, കാലൊടിയാഞ്ഞത് ബാക്കിയായി. ആരാ ഈ പത്തായപ്പര ഇങ്ങനെ മലർക്കെ തുറന്നിട്ടിരിക്കണാവോ? ഒരെണ്ണത്തിനും വിശ്വസിക്കാൻ പറ്റാത്ത കാല. നമസ്കാരം സ്വാമി. മന്ത്രവാദി, ഭഗവാന്മാരൊക്കെ തുണിയിട്ട് മൂടിയിട്ട് താൻ വെള്ളടിക്ക, കോഴിക്കാലും കടിച്ചു പറിച്ച്. അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? ആ പാവം ഉണ്ണിയമ്മയെ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി നിന്ന് തീർത്ത് തരാടാ ഞാൻ. നിന്റെ ബാധ ഒഴിപ്പിക്കല് നിന്നെ ഇവിടുന്ന് എന്നെ ഒഴിപ്പിച്ച് തരാടാ. ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റിക്കേ. എന്താ നോക്കണേ? ഞാൻ ഇവിടുന്ന് വന്നേ അതും അറിയില്ലേ?
നിന്റെ മാന്ത്രിക പരിപാടി അവസാനിപ്പിച്ച് തരാടാ കുടുംബി. അല്ലെങ്കിൽ ഇന്ന് എന്നെ അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ? നിന്നെ ഞാൻ കൊല്ലുടാ. പകല് ചുട്ട കോഴിനെ പറപ്പിക്കാൻ, രാത്രി അതിനെ പിടിച്ച് തിന്ന. വെള്ളടിക്കാ കോഴിനത്തിന്. ഇന്ന് ഇത് ഉണ്ണിയമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. കോഴിനെ കണ്ട എല്ലാ മന്ത്രവാദികൾക്കും ഒരു പ്രാന്ത. വെറുതെ അല്ല, തിന്നണം അത് തന്നെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഈ മതിൽ ചാടിയിട്ടുള്ള വന്നത്. ഇപ്പൊ ഇതിന് പൊക്കം കൂടിയാ എന്റെ ഈശ്വരാ. ഓ, കളിച്ച് മതിലും കളിച്ചോടി എന്റെ അടുക്ക. എന്റെ എല്ലാവരുള്ള മെക്കോട് കയറണം. ഓടാ പട്ടി. ഉണ്ട ചോറിന് നന്ദിയുണ്ട് ഇത്ര പട്ടിക്ക്. ആരാ പറഞ്ഞ അവനെ അടിക്കണ? ഉണ്ണിയമ്മേ കുടുംബിയെ ഞാൻ പിടിച്ചു. അപ്പൊ അവിടെ ഉണ്ടല്ലോ. എന്താ കേശവ? ഫലാനി പക്വാനി പതന്തി വിമലേ ജലേ കപി കമ്പിത ശാഖാകരി കുളു കുളു കുളു. കഴിഞ്ഞു. എന്താ കേശവ? താൻ കുമ്പിടിയല്ലേ? ഓ, ഉണ്ണിയമ്മയാടോ? കുമ്പിടിയാ? അല്ല, ഞാൻ കാർത്തിയായനിയാ. ഇത് ബാലാമണിയാ. താൻ എപ്പോഴാ വന്നേ? കുമ്പിടി എപ്പോഴാ പോയേ? ബോധമില്ലാണ്ട് കിടക്കണമെന്ന് കുട്ടി വന്ന് പറഞ്ഞു. എന്താ ഉണ്ടായേ? ഡബിള്. അവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. ആരെ? കുടുംബി. കുടുംബി അവിടെ കണ്ടു ഇരുന്ന് വെള്ളടിക്കുക. അനാവശ്യം പറയരുത്. സിദ്ധനാ, മഹാസിദ്ധൻ. ബോധ്യായി. അവിടെ നോടി ഇവിടെ പറയാൻ വന്നത്. അപ്പതേ ഇവിടെ ഇരിക്കുന്നു. 4 ഒരേ സമയം കണ്ടിരിക്കണു ചിലര്. വെള്ളിയാഴ്ചയും പാവും. ഇന്ന് അങ്ങനെയൊക്കെ കണ്ടൂന്ന് വരും. വല്ലതും കഴിച്ചിട്ട് താൻ എവിടെയെങ്കിലും പോയി കിടക്കുക. ബാക്കി നാളെ പറയാം. നാളെ ഞാൻ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. കേശവ, കിട്ടണം. നിങ്ങൾക്കിത് പോരെ ശരിക്കും. ഗുരുവായൂരമ്പലത്തിൽ കുളിച്ചതോടെ അപ്പടിയാണ് ഇപ്പടിയാന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടാക്കിയതിന് ഗുരുവായൂരപ്പൻ തന്നതാ. എല്ലാവരും കുമ്പിടിയുടെ ആൾക്കാരാ. നീയും ഗുരുവായൂരപ്പനും എല്ലാവരും കുമ്പിടിയുടെ ആൾക്കാരാ. എന്ത് കണ്ടിട്ടാ ഗുരുവായൂരപ്പൻ കുമ്പിടിനെ സപ്പോർട്ട് ചെയ്യണേന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഒരു ദിവസം ഗുരുവായൂരപ്പന് മനസ്സിലാവും കേശവൻ നായരാണ് ബെറ്റർ എന്ന്. അപ്പൊ എന്റെ അടുത്തേക്ക് വരും കേശവൻ നായർ. അല്ല ഈ കുമ്പിടിയാശാന്റെ ഇതന്നെ എന്താ ബാധയാ? എന്താ ബാധയാ? അല്ല അച്ഛനാ. അല്ല ബാധ കൂടിയതാണോ? അതെ. ഒന്ന് കൈ വെക്കേ. അയ്യോ, ഇങ്ങനെ കൈ വെച്ച് സഹായിക്കാനല്ല പറഞ്ഞു, ഒന്ന് പിടിക്കാൻ. പിടി. പതുക്കെ കൊണ്ടോണേ. അങ്ങനെ പിടിവിടുന്ന കൈപ്പല്ല. കൂടിയ പിടിയോ? കൂടിയ പിടിയല്ല, ഇത് കൂട്ടിപ്പിടിയാ. അച്ഛ കൈവിട്. കൊച്ചു പിള്ളേരെ പോലെ കൊണ്ടുപോണോ? ജടാഘടാഘ സംഭ്രമ ഭ്രമന്നിലിംബ നിർച്ചരി വിലോല വീജി വല്ലരി വിരാജമാനമൂർധൻ ധഗ ജ്വലല്ലലാടപട്ടഭാവക കിശോര ചന്ദ്രശേഖര നദി പ്രദക്ഷിണാം. ഏതാ ഇനം? കളരിപ്പറമ്പില് തേങ്ങ കക്കാൻ പോയി പാതിരാത്രിക്ക്. അതെ, അവിടെന്നാ കൂടിയത്. കണ്ട ഇയാളെന്താ തുണി തിന്നുന്നോ? അല്ല, തിരികെ കേറ്റിയതാ. ഒരു ഫുൾ ഡബിൾ മുണ്ട്. വാ തുറന്ന തെറിയുടെ പൂരാ. ഇനി നാവ് പൊങ്ങില്ല, തുണി മാറ്റിക്കോളൂ. തുണി തിരിയിക്കോ. ഒഴിഞ്ഞു പോവില്ലേ?
വദന്തി വിലേഖനേ തവികന്തി സഖാകേ ഗുളുഗു 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 വദന്തി ഇവരെ കുമ്പടിസ്വാമി തല്ലല്ലേ എന്റെ അച്ഛൻ ഒരു അസുഖമില്ല. ഇവരാരടാ മാറി ഇതിലെ നിനക്കും കിട്ടും. ഇത് ശങ്കര മൂശാരി എന്റെ എവന്റെ അച്ഛനാ. അച്ഛൻ ഒരു അസുഖമില്ല. യവനാ ഭ്രാന്ത്. യവനെ സ്വാമിയുടെ അടുത്ത് ചരട് ജപിച്ച് കെട്ടിക്കാൻ കൊണ്ടുവന്നതാ. കൂടെ വന്ന ടാക്സി ഡ്രൈവറെ താഴെ അടിച്ചിട്ടിട്ട് അവൻ കാറും കൊണ്ടുവന്നു. വാറ്റ് ചാരാൻ കുടിച്ച് കളറിപ്പറമ്പിൽ കിടന്ന് ഉറങ്ങിയ ശേഷം അവൻ ഇങ്ങനെ. പക്ഷെ ഇയാൾ ഇവിടെ വെച്ച് തെറിവിളി നടത്തിയല്ലോ. എങ്ങനെ തെറി വിളിക്കാതിരിക്കുന്നു സ്വാമി? വായിൽ തുണി തിരികെ കാറിന്റെ പുറകിട്ടോണ്ടല്ലേ വന്നത് ഈ നിൽക്കണ മഹാഭാവി. ഇടയ്ക്ക് നല്ല മർദ്ദനം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കൊണ്ടുപോക്കോളൂ. ദേഹത്ത് തടവാൻ ഞാനൊരു എണ്ണ തരാം. ഒരെണ്ണയും വേണ്ട, ജീവൻ കിട്ടിയല്ലോ അത് മതി. അച്ഛൻ എന്നെ പിടിച്ചോ. എവിടെ യഥാർത്ഥ ഭ്രാന്തൻ? മിസ് മിസ് സ്വാഹ ദഹി ദഹി ഭദ്രേ. നടക്കാൻ ആയുഷ്മാൻ ഭവ. നടക്ക് കുമ്പടി സ്വാമിയെ. ശങ്കരമൂശാരിയുടെ മകൻ മണികണ്ഠനാ സ്വാമി. എന്നെ ഒന്ന് രക്ഷിക്കണം. നിന്നെ ഒരിക്കൽ ഞാൻ രക്ഷിച്ചതാണല്ലോ, ഇനി വേണോ? അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതിപ്പോ എന്റെ സഹോദരന്റെ ദേഹത്ത് കൂടിയിരിക്കുക. കളരിപ്പറമ്പിൽ നിന്ന് തന്നെയാ. വല്ലാത്ത ഉപദ്രവമുണ്ട്. അനാവശ്യം പറയാ, ചീത്ത വിളിക്കാ, തെമ്മാടിത്തരം പറയാ, HSB കാക്ക തൂരിന്ന് പറയാ. ശരി, ഞാനൊന്ന് നോക്കട്ടെ. എവനാണ് ഭ്രാന്ത് സ്വാമി. എടാ പട്ടി. കേട്ടാ 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 എനിക്കാ ഭ്രാന്തെന്ന്. മനസ്സിലായി മനസ്സിലായി. ശാരിക, ചൂരനെടുക്ക്. എനിക്കില്ല. പ്രചട പ്രചട സ്വാഹ ദഹി ദഹി. പ്രചട പ്രചട സ്വാഹ ദഹി ദഹി. പ്രചട പ്രചട സ്വാഹ ദഹി ദഹി. പ്രചട 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 സ്വാഹ ദഹി ദഹി. പ്രചട പ്രചട സ്വാഹ ദഹി ദഹി. വടംവലി കളിക്ക. അയ്യോ സ്വാമി, ആ പാവത്തിനെ തല്ലിക്കൊല്ലല്ലേ. അവന്റെ ബാധ മാറി. ഇപ്പൊ മറ്റവനാ, അവന്റെ ചേട്ടന്. എന്റെ കുക്ഷി ശാസ്താവേ, എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. ആരാണ് യഥാർത്ഥ ഭ്രാന്തൻ? ഓതിരം കടകം കെത്തു പട പട ചട കടകം ചിട കട കടകം പുട ചടകം. ബാലാമണിയേ, ഒന്ന് തുറക്കടി മോളെ. കേശവൻ നായരാ, താൻ എന്താ ഈ കാണിക്കണേ? ഉണ്ണിയമ്മേ, ഈ ഉണ്ണിയമ്മ എന്ന് പറഞ്ഞ സ്ത്രീയോടാണോ നല്ല ബഹുമാനത്ത് പെരുമാറണം എന്ന് പറഞ്ഞ? അവരോട് മാത്രല്ല ആ. എല്ലാവരോടും നല്ല മര്യാദയ്ക്ക് പെരുമാറണം. എന്താ പ്രയാസാവോ? ഇല്ല, എന്റെ ഒരു അധികാര പരിധിയിൽ ആരും കൈ കടത്താതിരുന്നാ മതി. എന്ത് പരിധി? ഓ, താൻ ഇവിടെ വെപ്പ് പണിക്ക് വന്നതാ. ഇവരുടെ സ്വത്തുക്കൾ നോക്കി നടത്താൻ വന്ന മാനേജർ ഒന്നുമല്ല. അതെ കേശവേട്ടാ, നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് അടുക്കള അവിടെ കയറി ആരും അവിടെ കയറി ആരെന്ത് തേങ്ങ കാണിക്കാനോടോ? ഇത് സകല വെപ്പുകാരും പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. ആ, ഒന്ന് തുറന്നേ. ഓ കൂവി വിളിക്കണ്ട, തുറന്നു. എന്താ മണിയെ, സന്ധ്യ ആവുമ്പോഴേക്കും ഇതൊക്കെ പൂട്ടി ബന്ധസ്വാക്കണോ? വേണ്ട, പകലൊക്കെ പൂട്ടിയിട്ടിട്ട് സന്ധ്യയാകുമ്പോ തുറന്നിടാം. ദേ ആരാ കേശവ? ഇത് കുഞ്ഞിരാമൻ. നമസ്കാരം. നല്ല കൈപ്പുണ്യുള്ള പാചകക്കാരനാ. കല്യാണത്തിരക്കൊക്കെ തുടങ്ങിയല്ലോ. ഇനി ബാലാമണി ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടില്ല. നന്നായി. ഇവക്കൊരു കൈസഹായത്തിന് പറ്റൂന്ന് വെച്ചാ ഞാൻ ഒരാൾ മതി. ഒരു ഊഹം കണക്കെന്ന് പറഞ്ഞാൽ മതി. സമയാസമയത്ത് വേണ്ടതൊക്കെ കാലായിക്കോളും. മുമ്പ് എവിടെയായിരുന്നു? മുൻപൊക്കെ നല്ല നല്ല സ്ഥലങ്ങളിലായിരുന്നു. കോഴിക്കോട് സാഗർ, പെരിന്തൽമണ്ണ സബ്രീന, കൊണ്ടോട്ടി സീനത്ത്, തൃശൂർ ആലുക്കാസ്. മനസ്സിലായില്ല. അതൊക്കെ ഇവൻ ജോലി ചെയ്ത സ്ഥലങ്ങളിലെ ഗൃഹനാഥന്മാരുടെ പേരാ. കോഴിക്കോട്ട് സാഗർ, അവിടുത്തെ വലിയ ഡോക്ടറാ, പെഡിയാട്രീഷ്യൻ ബൽരാജ്. ഓ, തൃശൂർ ആലിക്കാസ് എന്ന് പറഞ്ഞ എഞ്ചിനീയറാ. സ്റ്റേഡിയം കെട്ടിയില്ലേ, PW ഗസ്റ്റ് ഹൗസ്. കളക്ടറെ കിട്ടി, ജഡ്ജിനെ കിട്ടിയില്ലേ. ഡോ ഹോട്ടലിൽ നിന്ന് കാര്യം പറയരുന്ന് പറഞ്ഞിട്ടില്ലടോ ശപ്പ. ഇയാൾക്ക് എവിടെയാ കിടക്കാനൊക്കെ സൗകര്യം? അത് ഞാൻ പത്തായപ്പുറയുടെ പിന്നിൽ ശരിയാക്കിക്കോളാം. വാടോ കുഞ്ഞിരാമ. നാളെ തൊട്ട് നിനക്കൊരു സഹായാവും മണിയെ. പോരെ? എന്താ ഇത്? താൻ എന്തോടോ ഈ കാണിക്കണേ? ഞാൻ അമ്മായിന്റെ കാല് പിടിച്ച് അമ്മായിയുടെ കാല്.
എന്താ കേശവൻ നായരെ? എന്താന്നുള്ളത് കണ്ടില്ലേ ഉണ്ണിയമ്മേ? ഇങ്ങോട്ട് വരടോ. കുമ്പിടി പത്തായപ്പുരയുടെ പിന്നിലേക്ക് താമസം മാറ്റിയല്ലോ. വൈകുന്നേരം ജാനുവച്ചിട്ട് അവിടുത്തെ ശകുന്തള ചരട് ജപിച്ച് വാങ്ങാൻ പോണുണ്ടു. ആ അത് കേശവൻ എന്താച്ചാ ചെയ്യട്ടെ. കൃഷ്ണ വളരെ പഴക്കമുള്ള വീടാ. നീ കേട്ടാ? ഒരു ലേഡീസിന്റെ കുഞ്ഞിരാമ, എനിക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിനക്കുണ്ടായിട്ടുണ്ടോ? ലേഡീസ് ആയിട്ടുള്ള അതല്ലടോ. ശംഖുപുഷ്പം കണ്ടെഴുതുമ്പോൾ പിന്നെ ഓ ഇയാളെ എനിക്കറിയാം. ഹോമിയോ ഡോക്ടർ. അല്ല, വിസ തട്ടിപ്പ്. ആ ആശ്രമം പൊളിച്ചോണ്ട് പോയ ആള്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. ഇതിലേതെങ്കിലും ഒന്നാ? അതെ, ജാനകി ചേച്ചി എങ്ങനെ ഉണർന്ന ആകെ കുഴപ്പാവും. ഞാൻ തന്ന ഉറക്ക ഗുളിയെ കഞ്ഞി കലക്കി കൊടുത്തില്ലേ? കൊടുത്തു. ഇനി 6 മണിക്കൂർ നേരത്തേക്ക് പേടിക്കണ്ട. പിന്നെ എന്നെ കൊണ്ടുവിടണം. അസമയാ വല്ലതും കണ്ടു പേടിച്ച. എന്തുണ്ട് പേടിക്കാൻ? പ്രേതങ്ങള്. മാങ്ങാ തൊലി. എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് നേരവും കാലവും നോക്കാതെ ഞാൻ പോകാത്ത വഴികളില്ല, വീടുകളില്ല. ഇന്ന് വരെ ഒരു പുല്ലിനെ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ചുമ്മാ പടം. വയറ്റിപ്പഴപ്പിന് വേണ്ടി ഫ്രാഡ് മന്ത്രവാദികളും TV സീരിയലുകാരും ഉണ്ടാക്കി വെച്ച സാധനം പ്രേതം. നാളെ രാവിലെ ഹൈദരാബാദിലേക്ക് പോകാൻ തയ്യാറായിട്ടിരുന്നോ? രേഖ വന്നാൽ ജപം തടസ്സപ്പെടുത്തരുത്. നിനക്കെന്താടി ഇവിടെ കാര്യം? ഞാൻ ഈ ചരട് എത്ര കാലമായിട്ട് ചരട് പിടിക്കാൻ തുടങ്ങിയിട്ട്? ഇന്ന് ആദ്യ. മേലെ ഇതിനകത്ത് കാലുകുത്തിയ നിന്റെ 2 കാര്യം ഞാൻ തല്ലുപിടിക്കും. ഇറങ്ങിപ്പോടി. കുഞ്ഞിരാമ, ശരിക്കും നോക്ക്. നിനക്ക് മനസ്സിലായോ? ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എന്തിലാ? ഈ മുടി. മുടിയോ? ശശി, പാലാരിവട്ടം ശശി. പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. കുമ്പിട്ട് വാട കുമ്പിടി. ഇല്ലെങ്കിൽ നിന്റെ തലയിൽ വെച്ചിട്ടുള്ള വക്കോൽ തുറു ഉത്തരത്തില് മുട്ടും. വക്കോൽ തുറു മാത്രമോ? എന്റെ ഈ തല തന്നെ കേശവൻ ചേട്ടന്റെ തൃപ്പാദത്തിനിടെ തിരികെ വെച്ചിരിക്കുകയല്ലേ? എന്താണാവോ കാര്യം? നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മ അങ്ങോട്ട് വിളിപ്പിക്കും. തള്ള അറിഞ്ഞോ? അതല്ലടാ, 2 ജാതകങ്ങൾ തമ്മിൽ ചേർച്ച നോക്കാൻ. അപ്പൊ താൻ എന്ത് ചെയ്യും? നോക്കും. നോക്കണ്ടേ? നോക്കണോ? നോക്കണം. നോക്കാം. പക്ഷെ എങ്ങനെ നോക്കിയാലും ജാതകങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല. അതിപ്പോ നോക്കിയാലല്ലേ പറയാൻ പറ്റൂ? നോക്കാണ്ട് തന്നെ പറയണം ചേരില്ലാന്ന്. എങ്കിൽ പിന്നെ നോക്കാണ്ടിരുന്നാ പോരെ? അതല്ലടോ, നോക്കിയിട്ട് നിങ്ങളുടെ ഇങ്ങനെ ഒരു പരിപാടി. ബുധൻ ശുക്രന്റെ ഉള്ളിക്കറി, ശുക്രൻ ചൊവ്വയുടെ ഉള്ളിക്കറി, വ്യാഴം വെള്ളി ശനി ഞായർ, ഇതൊക്കെ വെച്ചിട്ട് ഈ 2 ജാതകങ്ങൾ ചേരില്ലാന്ന് താനൊരു കള്ളം പറയണം. കള്ളം പറയാനോ? ഞാനോ? കുമ്പിടി നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ മോനെ. അസ്പ്രസ്ഥാന ഹൃദസ്തന്തയും പ്രവൃത്തിൻമുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. പ്രവൃത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. ഈ മുട്ടാലങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം മതിയുടെ എനിക്ക് ഈ കാല്. നക്ഷത്രം തുരങ്കമോ നവദതാം വൃന്ദാനിനോ വന്ദിനാം ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം തൽസ്മരണം കിം കുരുതേ ബ്രഹ്മാദീനപി ച കിങ്കരീ കുരുതേ. ഭഗവതി. ചേരില്ല, ചേരാൻ പാടില്ല. ഇനി കാര്യം നടക്കാൻ ദക്ഷിണയും വാങ്ങി മൂടും തട്ടിപ്പോകുന്ന എരപ്പ ജ്യോതിഷികളുണ്ട്. അവറ്റകൾ കണ്ടാൽ മറിച്ചു പറഞ്ഞേക്കാം. വിശ്വാസമുണ്ടെങ്കിൽ സ്വീകരിച്ചോളുക. ഇത് ചേരില്ല ഉണ്ണിയമ്മേ. ഞാൻ ആ കോട്ടക്കൽ വിജയമണിക്കരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഏതിനും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതല്ലേ? വിജയമണിക്കര് വരട്ടെ. എന്റെ ഗുരുവായൂരപ്പ, ആ വരണ പണിക്കര് വന്നിട്ട് ഈ ജാതകം ചേരുന്ന് പറഞ്ഞാ ഈ കല്യാണം നടക്കും, കുമ്പിടിയുടെ ആഫീസും കൂട്ടും. ഞാൻ എന്താ ചെയ്യാ എന്റെ ഈശ്വരൻ? അവന് ഞാൻ വിഷം കൊടുത്തു കൊല്ലും. വിഷം കൊടുത്താ ഇപ്പൊ അവൻ കുടിക്കും. മദ്യത്തിൽ വിഷം ചേർത്ത് കൊടുത്തവനെ കൊല്ലും ഞാൻ. അത് ഐഡിയ. പക്ഷെ വിഷത്തിന്റെ സ്മെല്ല് വരില്ലേ? സ്മെല്ല് വരാണ്ടിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. അതെന്താ? 1 ഗ്ലാസ് മദ്യം എടുത്ത് 1 ഗ്ലാസ് കൊടിയ വിഷം അതിനകത്ത് ചേർക്കണം. അതിനകത്ത് ഇത്തിരി കപ്പലണ്ടി പരിപ്പും ബദാം പരിപ്പും കുറച്ച് കുങ്കുമപ്പൂവും കുറച്ച് തേനും ഒക്കെ ചേർത്ത് ഇങ്ങനെ കലക്കി കൊടുത്താ പായസം കുടിക്കണ പോലെ അവൻ കുടിക്കണോ മോനെ?